തൃശൂരിലെ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തെ ചുറ്റിപ്പറ്റി ആശങ്കയും അനിശ്ചിതത്വവും നിറഞ്ഞ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സംഭവത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായി തിരിച്ചറിയുന്നതിന് വലിയ വെല്ലുവിളിയാണ് അധികൃതർ നേരിടുന്നത്. ഗുരുതരമായ സ്ഫോടനത്തെ തുടർന്ന് പല മൃതദേഹങ്ങളും ഭാഗങ്ങളായി ചിതറിപ്പോയതിനാൽ ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ വ്യക്തമായ തിരിച്ചറിയൽ സാധ്യമാകൂ. ഇതിനിടെ 4 പേരെ കുറിച്ച് ഇതുവരെയും വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്നതാണ് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത്. പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവരിൽ 10 പേരുടെ നില ഗുരുതരമായി തുടരുമ്പോൾ അതിൽ 4 പേരുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നാണ് മെഡിക്കൽ സംഘത്തിന്റെ വിലയിരുത്തൽ. കരാറുകാരനായ സതീഷ് ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുന്നതും അന്വേഷണത്തെ കൂടുതൽ സങ്കീർണമാക്കുന്ന ഘടകമായി മാറിയിട്ടുണ്ട്. അപകട സ്ഥലത്തു നിന്ന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. പ്രത്യേകിച്ച് വെടിക്കെട്ടുപുരയിൽ നിരോധിത വസ്തുക്കൾ ഉപയോഗിച്ചോ എന്ന കാര്യത്തിൽ വിശദമായ പരിശോധന നടക്കും. അപകടത്തിന് ശേഷം അവശേഷിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയതായും അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ തൃശൂർ പൂരം നടത്തിപ്പിനെ ചൊല്ലിയും നിർണായകമായ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മന്ത്രി VN വാസന്റെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം നിർണായക യോഗം ചേരും. പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത നിലപാടുകളാണ് ഉയരുന്നത്. ഒരു ഭാഗം വെടിക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മറ്റൊരു ഭാഗം ചടങ്ങുകൾ ചുരുക്കി നടത്തണമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. ദേവസ്വം സ്വീകരിക്കുന്ന അന്തിമ തീരുമാനത്തോട് അനുബന്ധിച്ചായിരിക്കും സർക്കാർ നടപടികൾ മുന്നോട്ടു പോകുക എന്നതാണ് നിലവിലെ സൂചന. ഇതിനോടകം തന്നെ 24 വരെ ദുഃഖാചരണം പാലിക്കാനും ലൈറ്റ് അലങ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കാനും ആലോചന പുരോഗമിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പറയെടുപ്പുകൾ മാത്രം നടത്തി ചടങ്ങുകൾ ചുരുക്കാനാണ് സാധ്യത. അതേസമയം പൂരം നടക്കുന്ന പ്രധാന ദിവസങ്ങളായ 25, 26 തീയതികളിൽ മുൻകാല മാതൃകയോട് സാമ്യമുള്ള രീതിയിൽ തന്നെ ആഘോഷങ്ങൾ നടത്താൻ പ്രാഥമികമായ ധാരണ രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ അന്തിമ തീരുമാനം യോഗത്തിന് ശേഷം മാത്രമേ വ്യക്തമാകൂ.